എനിക്ക് വെരി ന്യൂ ഡിഫറെന്റ് ആക്സെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്റ്റാർട്ട് ചെയ്തത് സുനിയണ്ണനാണ്. കാരണം പുള്ളിക്കാരനായിരുന്നു ഞങ്ങളുടെ ലാംഗ്വേജ് സൂപ്പർവൈസർ ആയിട്ട് അഭിനയിക്കുകയും ചെയ്തു, ഞങ്ങൾ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോ ആക്ടറായിട്ട് മാറിയതാണ്. അതെ അതെ അതെ, അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി പുള്ളിക്കാരുടെ പഠിക്കാനായിട്ട്. So how was Trivandrum slang? I'm honestly not too aware of the differences, like subtle differences in the slang, but the interesting part was I was able to understand Malayalam. I'm able to understand at least like 80% of Malayalam, because especially in Bangalore you're surrounded by Malayalis. Exactly. And they're all great fun, so you want to be around them, and you just ultimately pick up like what they're trying to say. So I love their vibe and I understand what they're saying. I just wish I could speak it just as well. But yeah, next time I will, for sure. ഞാൻ വന്നത് ഇവരെ ലാംഗ്വേജ് പഠിപ്പിക്കാനാ. ഞാനൊരു പ്രൊഫൈൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വക്ക സ്ലാങ്, തിരുവനന്തപുരത്ത് കാഞ്ഞിരകുളം സ്ഥലത്ത് എൻ്റെ സ്ഥലം. അപ്പൊ അവിടത്തെ ഞാൻ കേട്ട ഗ്രാമത്തുള്ള ഒരു സാധനം വെച്ചിട്ട് പിടിച്ചതാ സ്ലാങ്. അപ്പൊ പിന്നെ എന്നെ വിളിച്ച സമയത്ത് തന്നെ എനിക്കൊരു സംഭവം എടുത്തത്, എങ്ങനെയാണ് തിരുവനന്തപുരം സ്ലാങ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം സുരാജ് ഏട്ടനാണ്, ആ ഒരു ഭാഷയാണ് തിരുവനന്തപുരം എന്ന് കേട്ട വിചാരിക്കണം. അപ്പൊ എനിക്കൊരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു, ആ ഒരു ഭാഷ അങ്ങനെ പിടിക്കേണ്ടെന്ന സംഭവം. ഇപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്ഥലത്ത് പല സ്ഥലങ്ങൾ പല ഭാഷയാണ് തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്. അപ്പം ഇവരെ അങ്ങനെ തന്നെ ട്രെയിൻ ചെയ്ത്. അപ്പം നമ്മുടെ ഷാജി സംസാരിക്കുന്നത്, മനോജ് സംസാരിക്കുന്നത് തിരുവനന്തപുരത്താണ്, പക്ഷെ വേറെയാണ്. ഞാൻ സംസാരിക്കുന്നത് വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ പറഞ്ഞ ഈ തള്ളേ പിള്ളേ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സ്ലാങ് അല്ല ട്രിവാൻഡ്രം. എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോ എങ്ങനെ സംസാരിക്കുന്നു അതാണ് ട്രിവാൻഡ്രം. ഞാൻ ഇപ്പൊ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതാണ് ട്രിവാൻഡ്രം. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പാറശാല അങ്ങോട്ട് ആ ബോർഡർ സ്ഥലത്താണ് എന്തരപ്പി ഇങ്ങനെയൊക്കെ പറയുന്നത് സംസാരിക്കൂല. ഒരു പാളത്തിനപ്പുറത്ത് വേറെ സ്റ്റൈലാണ്, ഒരു പാളത്തിന് ഇപ്പുറത്ത് വേറെ സ്റ്റൈലാണ്. കാഞ്ഞിരകുളം അല്ലേ ഇവിടെ ഇവര് സംസാരിക്കുന്ന വേറൊരു രീതിയാണ്. അതെ, അപ്പൊ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പിന്നെ ഈ ഒരുമിച്ചുള്ള താമസം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടുള്ള അനുനാദിനകത്ത്. അപ്പൊ തൃശ്ശൂരുള്ള സിബി, ഞാൻ നാട്ടില് കണ്ണൂർ. എന്തുട്ടാ എന്തര് എന്തുരുട്ടാന്ന് അവരെ അവൻ പറഞ്ഞു എന്തുട്ടാന്നുള്ള അവൻ ഫുള്ളതല്ലേ. അപ്പൊ നമ്മൾക്ക് ഏതാണ് ഒരുമിച്ചിരുന്നപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ സ്ക്രിപ്റ്റ് അത് വായിക്കാൻ വേണ്ടി നിൽക്കലും ചുമ്മാ പറഞ്ഞു നടക്കുക, അറിയാത്തൊരു ചുമ്മാ സംസാരിക്കുക, ഇഷ്ടത്തോടെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് കുറെ സംസാരിച്ചാണ് അങ്ങനെ ക്ലിയർ ആയത്. പിന്നെ ഇതിനകത്തോട്ട് ഒരിക്കൽ എൻ്റെ അടുത്ത് ചോദിച്ചു ഡാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടി ആക്ടിങ് ട്രെയിൻ ചെയ്തല്ലേ, അതുകൂടി ചെയ്ത് എന്നിട്ട് ഞാൻ ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് ഈ സ്റ്റൈൽ അറിയില്ല, ഞാൻ ഡാൻസ് ചെയ്യും പക്ഷെ എനിക്ക് ഈ സ്റ്റൈലൊന്നും എനിക്ക് അറിയില്ല, ആദ്യമായിട്ടാണ്. അവര് ഞാൻ പറഞ്ഞു ചെയ്യാം, എനിക്കറിയില്ല എങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാം മൂഡ്, പിന്നെ അങ്ങോട്ട് ചെയ്ത്.